ഇന്ന് 3ാമത്തെ നോമ്പാണ്. ഫാത്തിമ ബീവിയുടെ വഫാത്ത് ദിനം കൂടിയാണ്. ഫാത്തിമ ബീവിയെ കുറിച്ചിട്ട് ഒരു പാട്ട് പാടാം എന്ന് കരുതി ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാണ്ടാവും, ഒരു ഉറക്കത്തിൽ എണീച്ചിരിക്കുന്ന പോലെ. അത് ഉറക്കത്തിൽ എണീച്ചിട്ട് തന്നെയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് പാട്ട് പാടുമ്പോൾ ഉണ്ടാവും. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് റെഡിയല്ലേ? ഓക്കെയാ? റെഡിയാ? എൻ്റെ അപ്പോഴത്തേന് തോന്നായി പാടുന്നതിൻ്റെ ഇടയിൽ ഓരോന്ന് വാച്ച് കൂടെ ഉരിച്ചാ വാച്ച് ചാർജ് ചെയ്യാനിട്ടല്ലോ. പാടി വെക്കാം. നമ്മൾ പാടാൻ പോണ പാട്ട് അഷ്റഫുൽ അംബിയ. അപ്പോൾ ഇതിൻ്റെ കരോക്കെ ഞാൻ ഇതിലൂടെ കേൾക്കും. നിങ്ങൾക്ക് ഞാൻ പാടുന്നത് മാത്രമേ കേൾക്കുള്ളൂ കേട്ടോ. ഫസ്റ്റ് ട്രൈ. അഷ്റഫുൽ അംബിയ രാജാവിൻ പൂമകൾ ഫാത്തിമത്ത്. ഇങ്ങനെ ഓരോ സാധനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പാടി ഫുള്ളാക്കാൻ സമ്മതിക്കില്ല. രാവിലെ എണീച്ച് വന്ന് പാടുമ്പോൾ നല്ല അടിപൊളി സൗണ്ട് ചെയ്യണം, കുറച്ച് ബേസി സൗണ്ട് ഒക്കെയാണ്. പക്ഷെ ഉച്ചക്കൊക്കെ എനിക്ക് പേഴ്സണലി ഉള്ളൊരു വിഷയമുണ്ടോ. പാട്ട് പാടുന്നവരാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം കമൻറ്റ് ചെയ്യണം. 1:45 ടൈം. ഇതിന്ന് 3 മണിക്ക് പോസ്റ്റ് ചെയ്യാമല്ലോ. ഉണ്ടാവോ എന്തോ. രാജാവിൻ പൂമ ഇത് കിട്ടണം. ഇമ്പപ്പൂവഴകായി മക്ക. അയ്യോ എന്താ ചെയ്യാം. ഉദിച്ചൊരു കമറാണ് ഫാത്തിമത്തൊളിവാണ് മക്കാമരുഭൂവിൽ ഉദിച്ചു. അയാൾക്ക് കിട്ടിയതിനെ മക്ക. ഇത് ഈ ഒച്ചപ്പാടൊക്കെ ഉണ്ടാവുള്ളൂ ഒക്കെ തോന്നുന്നത്. സോ ഞാൻ എന്തെങ്കിലും കാട്ടിയിട്ട് ഇതൊന്ന് തീർക്കട്ടെ. 1 eternity later എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. ഫൈനൽ ഔട്ട്പുട്ട്. അഷ്റഫുൽ അംബിയ രാജാവിൻ പൂമകൾ ഫാത്തിമത്ത് സുഹറ ഇമ്പപ്പൂവഴകായി മക്ക മരുഭൂവിൽ ഉദിച്ചൊരു കമറാണ് ഫാത്തിമത്തൊളിവാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെയൊക്കെയാണ് നമ്മൾ പാട്ടുകൾ പല സമയത്തും ഉണ്ടാവും. എപ്പോഴും ഉണ്ടാവില്ല. ചിലപ്പോൾ ജസ്റ്റ് 5 മിനിറ്റ് കൊണ്ട് പരിപാടി വരും, ചിലപ്പോൾ 1 hour പിടിക്കും, 2 മണിക്കൂറൊക്കെ പിടിക്കും ചില സമയത്ത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്ത് കൂടാം. ഓക്കെ, മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം സാം ഷമീർ. ബൈ.